അതിരപ്പള്ളി പദ്ധതിക്ക് അനുകൂല നിലപാടുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. ജൈവ വൈവിധ്യത്തിന്റെ പേരിൽ പദ്ധതിക്ക് അനുമതി നിഷേധിക്കേണ്ടെന്ന് മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി വിലയിരുത്തി. പദ്ധതി പ്രദേശത്ത് അപൂർവ സസ്യജന്തുജാലങ്ങളില്ലെന്നും നീരൊഴുക്ക് അനുകൂലമെങ്കിൽ പദ്ധതിക്ക് അനുമതി നൽകാമെന്നുമാണ് സമിതിയുടെ നിലപാട്. നീരൊഴുക്ക് സംബന്ധിച്ച കേന്ദ്ര ജല കമ്മീഷന്റെ റിപ്പോർട്ടാകും ഇനി നിർണായകം. പദ്ധതി പ്രദേശത്തെ ജൈവവൈവിധ്യം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് നൽകിയ അനുമതി മുൻപ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കിയത്. എന്നാൽ പശ്ചിമഘട്ടത്തിലെ ജൈവവൈവിധ്യം സംബന്ധിച്ച് പഠനം നടത്തുന്ന JNTBGRI എന്ന ഔദ്യോഗിക ഏജൻസിയാണ് പദ്ധതി പ്രദേശത്ത് അപൂർവ ജന്തുജാലങ്ങളിലെന്ന റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏജൻസിയിലെ ശാസ്ത്രജ്ഞനായ G. പാണ്ഡുരംഗനാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പഠനം നടത്തിയത്. റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അംഗീകരിച്ച സമിതി പ്രദേശത്തെ അപൂർവ ജന്തുജാലങ്ങളിൽ നിന്ന് വിലയിരുത്തലിലാണ് എത്തിയത്. പദ്ധതി പ്രദേശത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലം മലമുഴുക്കി വേഴാമ്പൽ മാത്രമാണെന്നും ഇവയെ മാറ്റിപ്പാർപ്പിക്കാനാകുമെന്നും സമിതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ജൈവവൈവിധ്യത്തിന് നാശം സംഭവിക്കുമെന്നത് പദ്ധതിക്ക് അനുമതി നിഷേധിക്കാൻ ഉതകുന്ന കാരണമല്ലെന്ന നിഗമനത്തിലാണ് സമിതി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ശുപാർശയനുസരിച്ച് ആവശ്യമായ നീരൊഴുക്കുണ്ടെങ്കിൽ പദ്ധതിക്ക് അനുമതി നൽകാം. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷനിൽ നിന്ന് അനുകൂലമായ റിപ്പോർട്ട് ലഭിച്ചാൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് പച്ചക്കൊടി വീശിയേക്കും. അരുൺ നാരായൺ, റിപ്പോർട്ടർ, ദില്ലി.